അഞ്ചൽ അലേമണ്ണിൽ വീണ്ടും തെരുവുനായ ആക്രമണം. വയോധികയ്ക്കുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. എന്താ സംഭവിച്ചേ? ഞാൻ മോളെ ട്യൂട്ടോറിൽ കൊണ്ടുവിട്ടിട്ടേ 8ാം ക്ലാസ്സിൽ അവൾ പഠിക്കുന്നത്. മോള് ട്യൂട്ടോറിൽ കൊണ്ടുവിട്ടിട്ട് അങ്ങോട്ട് നടന്നു പോയപ്പോൾ കടവറുത്ത് കണ്ടൊരു വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, വണ്ടിയൊക്കെ ശരിയാക്കുന്നത്. ആ വർക്ക്ഷോപ്പിൻ്റെ ഇച്ചിരി അപ്പുറത്തോട്ട് പോയപ്പോഴാണ് പട്ടി ഇതേപോലെ ചാടിക്കൊണ്ട് വന്ന് കയറിയാൻ കടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്തുവെന്നുള്ളതെന്ന് ഓർമ്മയില്ല. പിന്നെ അവിടെ നിന്ന് അന്നേരം പതുക്കത്തില്ല പുതിയ പാലത്തിൻ്റെ അവിടെ വരെ കുറുക്കെ വന്നിട്ട് അവനെ വിളിച്ച് അന്നേരം ഓട്ടോയും വിളിച്ചുകൊണ്ട് വന്ന് അന്നേരം പാരിപ്പള്ളി ആശുപത്രിയിൽ അങ്ങ് പോയി. എന്നിട്ട് നേരത്തെ തന്നെ 2 വർഷത്തിന് മുമ്പ് ഒരു പട്ടി വീട്ടിൽ വളർത്തുന്ന കടിച്ചായിരുന്നു. അന്നേരം ആ തുണ്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുത്തിവെപ്പ് അവിടെ നിന്ന് എടുത്ത് മരുന്നും എല്ലാം വെച്ച് തന്നു. ഇട്ടിട്ട് പറഞ്ഞ് ഇനി 5 പോയി എടുത്താൽ മതിയെന്ന് പറഞ്ഞു. തള്ളി ഇട്ടിട്ട് അടിക്കുമായിരുന്നു. പട്ടിയിലെ ചാടി ഇങ്ങനെ പിടിച്ചാൽ നമ്മളിൽ ഓർക്കാതെ പുറമോട്ടങ്ങ് നടക്കത്തില്ലാണ്. അങ്ങനെ വീണു പോയത്. കുട്ടിനാട് പേരുള്ള വീട്ടിൽ ആമിന, പുത്തയത്തെ കോഴിക്കടയിലെ തൊഴിലാളി ജഹാംഗീർ എന്നിവർക്കാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ ആമിനയെ അഞ്ചൽ സർക്കാർ ആശുപത്രിയിലും പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. ആമിനയുടെ മൂക്കിന്റെ ഭാഗത്ത് 3ഓളം തുന്നിക്കെട്ടുകളുണ്ട്. മൂക്കിന്റെ പാലത്തിനും കണ്ണിനും പരിക്കേറ്റിട്ടുണ്ട്. കാലിന് പരിക്കേറ്റ ജഹാംഗീറിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കിയ ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. തെരുവുനായ ശല്യം രൂക്ഷമായതോടെ അലൈമൺ മുസ്ലിം ജമാഅത്തിന്റെ ഭാരവാഹികൾ അലൈമൺ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ എന്നിവർക്ക് പരാതി നൽകി. കഴിഞ്ഞ മാസം കരികോണിൽ തെരുവുനായ ആക്രമണത്തിൽ 10ഓളം ആളുകൾക്ക് പരിക്കേറ്റിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.